എന്ന ജില്ലാ ഭരണകൂടം കേരളത്തിലാദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷ ലഭിക്കുന്ന കേസ്. അമ്മയ്ക്കും മകനും ഒരുമിച്ച് വധശിക്ഷ ലഭിക്കുന്ന അത്യപൂർവത. തിരുവനന്തപുരം വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി കൊലക്കേസിൽ 3 പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ അത് കേരള നീതിന്യായ ചരിത്രത്തിലെ അപൂർവ സംഭവമായി. എന്തായിരുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ? പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചത് എങ്ങനെ? ഈ കേസിനൊപ്പം കൊല്ലത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവവും കോഴിക്കോട്ടെ കൊള്ളപ്പലിശക്കാരുടെ അക്രമം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കേരളത്തെ ഏറെ നടുക്കിയ സംഭവമായിരുന്നു തിരുവനന്തപുരം വിഴിഞ്ഞത്തെ മുല്ലൂർ ശാന്തകുമാരി കൊലക്കേസ്. സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാനാണ് 2022 ജനുവരി 14 ശാന്തകുമാരിയെ അയൽവീട്ടിൽ വാടകക്കാരായി എത്തിയ പ്രതികൾ ഗൂഢാലോചന നടത്തി ക്രൂരമായി കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 2 വർഷത്തിനുള്ളിൽ കേസിലെ പ്രതികൾക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. വിഴിഞ്ഞം സ്വദേശിനി റഫീക്ക ബീവി, മകൻ ഷെഫീഖ്, ഇവരുടെ കൂടെ താമസിച്ചിരുന്ന പാലക്കാട് സ്വദേശി അൽ-അമീൻ എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. കേരളത്തിൽ ആദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷ ലഭിച്ചെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ കേസിന്. ഒന്നാം പ്രതി വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിൽ റഫീഖ ബീവി, മകൻ ഷഫീഖ്, കേസിലെ 2ാം പ്രതിയായ പാലക്കാട് പട്ടാമ്പി സ്വദേശി അൽ-അമീൻ എന്നിവരെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ജഡ്ജി എം ബഷീറാണ് കേരള നീതിന്യായ ചരിത്രത്തിൽ സുപ്രധാനമായ വിധി പ്രസ്താവിച്ചത്. സംസ്ഥാനത്ത് ഒരു വനിതയ്ക്ക് തൂക്കുകയർ ലഭിക്കുന്നത് ഇതാദ്യമാണ്. അമ്മയ്ക്കും മകനും ഒരുമിച്ച് ഒരേ കേസിൽ വധശിക്ഷ ലഭിക്കുന്നുവെന്ന അപൂർവതയും ശാന്തകുമാരി കൊലക്കേസിനെ വേറിട്ട് നിർത്തുന്നു. 34 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. 61 രേഖകളും 34 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. ഗൂഢാലോചന, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, കവർച്ച എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ അജിത് കുമാർ കോടതിയിൽ ഹാജരായി. ഇവർ റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ് ആണ്. ഈ കേരള സമൂഹത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിക്ക് ഈ കോടതി വിധി നൽകിയിട്ടുള്ള സന്ദേശം വളരെ മഹത്തരമാണ്. കോടതി വിധിയെ പ്രോസിക്യൂഷൻ സ്വാഗതം ചെയ്യുന്നു. 2022 ജനുവരി 14 ശാന്തകുമാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ശാന്തകുമാരിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാൻ അയൽവീട്ടിൽ വാടകക്കാരായി വന്ന പ്രതികൾ ഗൂഢാലോചന നടത്തി കൃത്യം നടപ്പിലാക്കുകയായിരുന്നു. വിധവയായ ശാന്തകുമാരി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. സംഭവ ദിവസം ശാന്തകുമാരിയെ പ്രതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് തുണി കൊണ്ടുള്ള കുരുക്കിട്ട് കഴുത്തു ഞെരിച്ച ശേഷം ചുറ്റിക കൊണ്ട് അടിച്ചാണ് കൊല നടത്തിയത്. സ്വർണമാല, വളകൾ, മോതിരം, കമ്മലുകൾ എന്നിവ കവർന്നെടുത്ത ശേഷം മൃതദേഹം വീടിന്റെ തട്ടിൻപുറത്ത് ഒളിപ്പിച്ചു. രാത്രിയിൽ വീട്ടുടമസ്ഥരാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്കുള്ള ബസിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ വിഴിഞ്ഞം പോലീസ് കഴക്കൂട്ടത്തു നിന്നാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. CCTV ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായക തെളിവായിരുന്നു. 2021 കോവളത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ചുറ്റിയേക്ക് അടിച്ചു കൊലപ്പെടുത്തിയത് ഇതേ പ്രതികളാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഷെഫീഖ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ്. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, പോക്സോ കോടതികളിലും ഇവർക്കെതിരെ കേസുകളുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മായാമുരളി എന്ന വീട്ടമ്മയുടെ മരണം ഏറെ ദുരൂഹത സൃഷ്ടിച്ചതാണ്. 2 ആഴ്ച മുൻപാണ് മായയെ വീടിന്റെ സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന യുവാവ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയിരുന്നു. പിന്നീട് പ്രതി രഞ്ജിത്തിന് വേണ്ടി തിരച്ചിൽ നടത്തിയ പോലീസ് തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കത്തിനിടെ മായയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പേരൂർക്കട ഹാർവിപുരം സ്വദേശിയായ മായാമുരളിയെ ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാട്ടാക്കട മുതിയാവിളയിലെ വീടിന്റെ സമീപത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.
ഇവരുടെ ഒപ്പം താമസിച്ചിരുന്ന ഓട്ടോ ഡ്രൈവർ രഞ്ജിത്തിനെ സംഭവത്തിന് ശേഷം കാണാനില്ലായിരുന്നു. യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാരകായുധം കൊണ്ട് നെഞ്ചിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് തെളിഞ്ഞു. 12 ദിവസത്തെ തെരച്ചിലിന് ശേഷമാണ് രഞ്ജിത്തിനെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയത്. ഇയാള് ഒരു ട്രെയിലും കിട്ടാത്ത രീതിയിലാണ്, അയാൾ ഒരു സാധനം കൊണ്ടുപോകാത്ത രീതിയിലാണ് അയാൾ ഇവിടുന്ന് പോയത്. അയാൾ ഉപയോഗിച്ചിട്ടിരുന്ന ഷർട്ടും മുണ്ടും വരെ അയാൾ മാറ്റിയിരുന്നു. കാരണം പിന്നീടെങ്കിലും കണ്ടെത്താതിരിക്കാൻ ഉള്ള ഇതിൽ അതുവരെ മാറ്റി ഒരു രീതിയിലും പിന്തുടരാൻ പറ്റാത്ത രീതിയിലുള്ള യാത്രയാണ് പോയത്. അതും വളരെ ദൂരേക്ക് തന്നെ പോയിരുന്നു. നമ്മളുടെ ആദ്യത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ആദ്യം ഞങ്ങൾ കുടപ്പനക്കുന്നിലുണ്ടെന്ന് പറയുന്ന സമയങ്ങളിലൊക്കെ അയാൾ ഇവിടുന്ന് പോയിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അത് ഇത്തിരി കൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള അറിയാൻ പറ്റുള്ളൂ. സംഭവത്തിന് ശേഷം പേരൂർക്കടയിൽ നിന്ന് പ്രതിയുടെ ഓട്ടോ പോലീസ് കണ്ടെത്തി. ഇയാളുടെ സുഹൃത്ത് ദീപുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു. സ്വന്തം മൊബൈൽ ഫോൺ തകർത്ത ശേഷം പുതിയ വസ്ത്രങ്ങൾ ധരിച്ചാണ് പ്രതി സ്ഥലം വിട്ടത്. യുവതിയുമായി രഞ്ജിത്ത് നിരന്തരം വഴക്കിട്ടിരുന്നു. മായയുടെ ആദ്യ ബന്ധത്തിലുള്ള ഭിന്നശേഷിയുള്ള കുട്ടിയോടുള്ള അനിഷ്ടം കാരണമാണ് ഇവരെ ഉപദ്രവിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ ഒപ്പം താമസിച്ചിരുന്ന സ്ത്രീയെയും ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ കൊള്ളപ്പലിശയും ഗുണ്ടായിസവും എത്രയോ സാധുക്കളെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ വീട് കയറി ആക്രമണവും ഭീഷണിയും മുൻപ് പതിവായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം കോഴിക്കോട് നിന്ന് വട്ടിപ്പലിശക്കാരുടെ ഗുണ്ടായിസത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ടു. കുന്നമംഗലത്താണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ഇടപാടുകാരന്റെ വീട്ടിലെത്തി ധനകാര്യ സ്ഥാപനത്തിലെ ഗുണ്ടകൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഇടപാടുകാരനെ മർദ്ദിച്ചതായും സ്വർണമാല അപഹരിച്ചതായും പരാതിയുണ്ട്. പൊതുപ്രവർത്തകനും ബിസിനസ്സുകാരനുമായ ശബരീഷാണ് പരാതിക്കാരൻ. 10 വർഷത്തോളമായി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുക്കുകയും കൃത്യമായി തിരിച്ചടവ് നടത്തുന്നയാളുമാണ് താനെന്ന് ശബരീഷ് പറയുന്നു. 9 മാസം മുൻപെടുത്ത വായ്പയുടെ ഈ മാസത്തെ തവണ കുടിശ്ശികയായി. പണം ബാങ്കിൽ നിന്ന് പിൻവലിക്കാനുള്ള സമയപരിധി 2 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിലും സ്ഥാപനം പണം പിൻവലിച്ചില്ല. നിശ്ചിത തീയതിക്കുള്ളിൽ പണം നേരിട്ട് നൽകാനും സന്നദ്ധനാണെന്ന് ശബരീഷ് കമ്പനിയെ അറിയിച്ചു. എന്നാൽ ദിവസങ്ങളോളം പണം ശേഖരിക്കാൻ ആളെത്തിയില്ല. ഒടുവിൽ അവധി ദിനമായ ഞായറാഴ്ച വീട്ടിലെത്തിയ ആൾ അപമര്യാദയായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നുവെന്ന് ശബരീഷ് പറയുന്നു. ഇവര് എന്നോട് തട്ടിക്കയറി എന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നു. എന്നെ മർദ്ദിച്ച് എന്റെ കഴുത്തിലുള്ള ഏകദേശം 3.25-4 പവനോളം വരുന്ന ചെയിൻ ഇവർ പിടിച്ചു വലിച്ച് പൊട്ടിച്ച് ഇവർ കൊണ്ടുപോയി. മിഥുനോട് ഞാൻ അവിടുന്ന് സംസാരിച്ചപ്പോൾ മിഥുൻ എന്നോട് പറഞ്ഞത് അതൊന്നും നടക്കൂല, ഇപ്പം തന്നെ ക്യാഷ് കൊടുക്കണം എന്നാണ് മിഥുൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനത്തെ ഒരു പൊതുപ്രവർത്തകനായ എന്റെ വീട്ടിൽ വന്നിട്ട് അതിക്രമിച്ച് എന്നെ മർദ്ദിച്ച് അവശനാക്കിയിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. അപ്പൊ അതെനിക്ക് അത് കടുത്ത പ്രതിഷേധമുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ ശബരീഷ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഞായറാഴ്ച തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പണപ്പിരിവിനെത്തിയ ജീവനക്കാരനെതിരെ കേസെടുത്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നതെന്ന് ശബരീഷ് പറയുന്നു. അതേസമയം തിരിച്ചടവിൽ കുടിശ്ശിക വരുത്തിയത് സംസാരിക്കാനായി വീട്ടിലെത്തിയ തന്നെ ശബരീഷ് മർദ്ദിച്ചെന്നാരോപിച്ച സ്ഥാപനത്തിന്റെ ഓഫ് റോൾ എംപ്ലോയിയായ അക്ഷയ് കുമാറും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ആലപ്പുഴ കായംകുളത്ത് 14 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. കാപ്പിൽ സ്വദേശി ഷാജിയുടെ മകൻ ഷാഫിക്കാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്. സമീപവാസിയായ മനോജ് യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ കായംകുളം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ നിന്നുള്ള ആക്രി സാധനങ്ങൾ വിൽക്കാൻ ഷാഫിയും സഹോദരനും കൂടി കടയിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു അക്രമം.
കാപ്പിൽ കിഴക്ക് ആലമ്പള്ളിയിൽ മനോജ് എന്നയാൾ കുട്ടികളുടെ സൈക്കിൾ തടഞ്ഞു നിർത്തി അടിച്ചെന്നാണ് പരാതി. ആക്രിക്കടയിൽ കൊടുത്ത സാധനങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉപദ്രവിച്ചതായും കുട്ടികൾ പറയുന്നു. നിന്നെ കാണിച്ചാൽ നിന്നെ കാത്താക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ മൊബൈലൊക്കെ എടുത്തിട്ട് രണ്ടൊക്കെ വിളിക്കാൻ പോയി. അവൻ വിളിച്ചു, എനിക്കൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ മകനാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിടയ്ക്കാണെങ്കിൽ നീ ചീത്ത വിളിക്കില്ലടാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്നും വിളിച്ചില്ലായിരുന്നു. ചീത്ത വിളിക്കില്ലടാന്നൊക്കെ പറഞ്ഞ് സൈക്കിളിൽ പിടിച്ചെടുത്തുള്ളൂ. സൈക്കിളിൽ പൊക്കിയെടുത്ത് ഇട്ടപ്പോൾ എൻ്റെ നെഞ്ചത്താണ് വീണ. മാമൻ എന്തോ അവൻ കാണിക്കുന്നത്, ഞാൻ മാമനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മാമൻ എന്നെ എടുത്ത് വെച്ച് അടിക്കുമായിരുന്നു. കുറേ അടി അടിച്ചപ്പോൾ എനിക്കറിയാവുന്ന വീട്ടിലോട്ട് ഞാൻ എൻ്റെ അനിയൻ പറഞ്ഞു. അവർക്ക് അറിയാവുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയാൾ നിർത്തിയില്ല, എന്നെ പിടിച്ചിട്ട് അടിക്കുമായിരുന്നു. മുള്ളുവേലി താക്കലും കൊങ്ങയ്ക്ക് പിടിച്ച് വെച്ചിട്ട് അടിനാക്കി ചവിട്ടുമായിരുന്നു. ഇളയ കുട്ടി വീട്ടിലെത്തി അറിയിച്ചതിനെ തുടർന്ന് മൂത്ത സഹോദരൻ ഓടിയെത്തുമ്പോൾ ഷാഫിയെ നിലത്തിട്ട് ചവിട്ടുകയായിരുന്നുവെന്ന് അമ്മ ഫാത്തിമ പറഞ്ഞു. മൂത്രതടസ്സവും ദേഹമാസകലം ചതവുമായ കുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. அந்த குஞ்சின் அணியனே அவனா ஓடி வந்த அம்மச்சா இது போல இக்கக்காய ஒரு ஆள் அடிக்குதுண்டு ஓடி வான்னு പറഞ്ഞാൽ நான் ഇവിടെ നിന്ന് ഓടിപ്പോയതുക്ക് എന്നെയും ഒരുപാട് ചീത്ത പിടിച്ച് അങ്ങേരെ അടിക്കാൻ കൈപൊക്കി. ഞാൻ പറഞ്ഞു എന്നെ തൊട്ടുപോയാൽ വിവരം അറിയും ഞാൻ പറഞ്ഞു. അപ്പം അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു അയ്യോ ഇയാളുടെ കുഞ്ഞാണ് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നെന്ന്. അവരെ ആരുമേ മാറ്റി പിടിച്ചില്ല, എൻ്റെ കുഞ്ഞിനെ അത്രയ്ക്ക് എടുത്ത് അടിച്ചത്. ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാതിരുന്ന കായംകുളം പോലീസ് പിന്നീട് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. BJP പ്രവർത്തകൻ കൂടിയായ മനോജ് ഇപ്പോൾ കായംകുളം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ന്യൂസ് 18 ആലപ്പുഴ. കൊച്ചിയിൽ ലോഡ്ജിൽ നിന്ന് ലഹരി മരുന്നുമായി പ്രമുഖ മോഡൽ ഉൾപ്പെടെ പിടിയിലായ കേസിന് പിന്നിൽ ആരാണ്? മോഡലിംഗിന്റെ മറവിൽ ലഹരി ഇടപാടുകൾ മാത്രമാണോ നടക്കുന്നത്? മോഡൽ അൽക്ക ബോണിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കൊക്കൈൻ, MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയ കേസിന്റെ അന്വേഷണം മോഡലിംഗ് കമ്പനികളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പിടിയിലായ അൽക്ക മോഡലിംഗ് കമ്പനികൾക്കായി ലഹരി മരുന്ന് എത്തിച്ചിരുന്ന ഏജന്റ് എന്നാണ് വിവരം. ഫാഷൻ ഷോകൾക്ക് മുൻപായി മോഡലുകൾക്ക് ലഹരി മരുന്ന് നൽകിയിരുന്നതായും സൂചനയുണ്ട്. മോഡലിംഗ് കമ്പനികളുടെ മാനേജർമാരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യും. മോഡലിംഗിന്റെ മറവിൽ അൽക്ക ബോണി ലഹരിക്കച്ചവടം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ലഹരിക്കച്ചവടത്തിൽ പങ്കാളികളായി പ്രവർത്തിച്ചതോ മോഡലിംഗ് രംഗത്തെ വനിതാ സുഹൃത്തുക്കൾ. വലിയ ലാഭമാണ് ലഹരി വിൽപ്പനയിലൂടെ ഇവർക്ക് ലഭിച്ചത്. അത് തന്നെയാണ് ഈ വഴിയിലേക്ക് കടക്കുവാനും കാരണം. ഇവർ ബോസ് എന്ന് പറയുന്നയാൾക്ക് പ്രതിദിനം 45,000 രൂപയാണ് ലഭിക്കുന്നത്. തുടർന്നാണ് മോഡലിംഗിനെ മറയാക്കി ലഹരിക്കച്ചവടം നടത്തുന്നത് പതിവാക്കിയത്. അന്വേഷണം മോഡലിംഗ് കമ്പനികളെ കേന്ദ്രീകരിച്ച് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഫാഷൻ ഷോകൾക്ക് മുൻപായി മോഡലുകൾക്ക് അൽക്ക ലഹരി മരുന്ന് നൽകുന്നതായി സൂചനയുണ്ട്. 3 മോഡലിംഗ് കമ്പനികളിലെ മാനേജർമാരെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് അൽക്ക ബോണി അടക്കം 6 പേരെ പോലീസ് പിടികൂടിയത്. മാസങ്ങളായി ലോഡ്ജ് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുകയായിരുന്നു സംഘം. കഴിഞ്ഞ 2 വർഷമായി മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വരാപ്പുഴ സ്വദേശിനിയാണ് അൽക്ക. ബംഗളൂരുവിൽ നിന്നും മയക്കുമരുന്ന് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയാണ് രീതി. കൊക്കൈൻ, മെത്താഫിറ്റമിൻ, കഞ്ചാവ് അടക്കമുള്ളവയാണ് ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും. തൊടുപുഴ സ്വദേശി ആഷിഖ് അൻസാരി, പാലക്കാട് സ്വദേശികളായ സൂരജ്, രഞ്ജിൻ, ഷൊർണൂർ സ്വദേശി മുഹമ്മദ് അസർ, തൃശൂർ സ്വദേശി അബിൽ ലൈജു എന്നിവരാണ് പിടിയിലായ മറ്റു പ്രതികൾ. അറസ്റ്റിലായവരിൽ ചിലർക്ക് മുൻപും സമാന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സമീപകാലത്ത് ഏറെ വിവാദത്തിലകപ്പെട്ട നേതാവാണ്
കോൺഗ്രസ് MLA എൽദോസ് കുന്നപ്പള്ളി. ഒരു യുവതി ഉന്നയിച്ച ലൈംഗിക പീഡന പരാതിയായിരുന്നു ഇതിൽ ഒടുവിലെത്തിയത്. ആ കേസിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ബലാത്സംഗം, വധശ്രമം അടക്കം കുറ്റങ്ങൾ ചുമത്തിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. യുവതിയെ MLA ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. എൽദോസിന് കൂടാതെ 2 സുഹൃത്തുക്കളും ഈ കേസിൽ പ്രതികളാണ്. എൽദോസ് കുന്നപ്പള്ളിൽ MLAക്കെതിരെ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ബലാത്സംഗം, വധശ്രമം തുടങ്ങിയ വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ MLAക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 5 വർഷമായി പരിചയമുണ്ടായിരുന്ന യുവതിയെ 2022 ജൂലൈ മാസം 4-ാം തീയതി ബലാത്സംഗം ചെയ്തുവെന്നാണ് എടുത്തു പറയുന്നത്. ഒന്നിലേറെ തവണ ബലാത്സംഗം നടന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു. തൃക്കാക്കരയിലെയും അതോടൊപ്പം കുന്നത്തുനാടിലെയും വീടുകളിൽ വെച്ചും യുവതിക്ക് നേരെ ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയെ കൂടാതെ മറ്റ് 2 സുഹൃത്തുക്കളെ കുറിച്ചും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരും കേസിലെ പ്രതികളാണ്. എന്തായാലും കോവളത്ത് വെച്ചാണ് ഈ യുവതിയെ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് കുറ്റപത്രത്തിലെ പരാമർശം. സ്വാഭാവികമായി MLA എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ബലാത്സംഗ ആരോപണം വന്നതിന് പിന്നാലെ അത് വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദമാകുകയും MLA പോലീസിന് മുമ്പിൽ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകാതെ ഒളിവിൽ പോകുകയൊക്കെ ചെയ്തത് വലിയ തരത്തിൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയും പ്രതിരോധത്തിലാക്കിയിരുന്നു. സ്വാഭാവികമായി പോലീസ് ഇത്തരമൊരു കുറ്റപത്രം സമർപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്ന പശ്ചാത്തലം ഉണ്ടായതോടെ എൽദോസ് കുന്നപ്പള്ളി MLAയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ തേടി പരക്കം പായുകയാണ് പോലീസ്. കുടക് സ്വദേശിയായ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതാണ് അന്വേഷണം വഴിമുട്ടിക്കുന്നത്. വിചിത്ര സ്വഭാവക്കാരനായ ഇയാൾക്കായി കേരളത്തിന് പുറമെ കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ ബന്ധുവായ 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. 7 രീതിയിൽ മുടിചീവി രൂപമാറ്റം വരുത്തുവാൻ ബിരുദൻ. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാറില്ല. ഇതാണ് പോലീസിന് ഇയാളെ കണ്ടെത്താനുള്ള പ്രധാന വെല്ലുവിളി. പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തിയ സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. ബുധനാഴ്ച പുലർച്ചെ 2:30 നാടിന് നടുക്കിയ അതിക്രമം നടന്നത്. വ്യാഴാഴ്ച തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. തുടക്കത്തിൽ പ്രതിയെന്ന സംശയത്തെ തുടർന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ചോദ്യം ചെയ്യലിൽ ഇയാളല്ല പ്രതിയെന്ന് കണ്ടെത്തുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ന്യൂസ് 18 പുറത്തുവിട്ട പ്രതിയുടെ CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. മുഖം വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളിൽ ഇയാളുടെ നടത്തവും ശരീരപ്രകൃതവും തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ഇയാളെ കേന്ദ്രീകരിച്ചായിരുന്നു. പിന്നീട് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് പുറത്തു വന്നത്. നേരത്തെ ബന്ധുവായ 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി 3 മാസം ജയിലിൽ കഴിഞ്ഞു. 5 ദിവസം വരെ ആഹാരം പോലുമില്ലാതെ കഴിയും. പലപ്പോഴും ഉറക്കം തെങ്ങിൻ തോപ്പുകളിൽ. തേങ്ങാ മോഷണവും പതിവ്. 7 രീതിയിൽ മുടിചീകി രൂപമാറ്റം നടത്തുവാൻ ബിരുദൻ. ഭാര്യയെയും കുട്ടികളെയും സ്ഥിരമായി മർദ്ദിക്കും. സ്വന്തമായി ഫോൺ ഉപയോഗിക്കില്ല. സീസണൽ കുറ്റവാളി. ഇങ്ങനെ നീളുന്നു ഇയാളുടെ വിചിത്ര സ്വഭാവം. ഭാര്യയുടെ സഹോദരങ്ങളുടെ ബൈക്കെടുത്ത് കറങ്ങുന്ന ശീലവും പ്രതിക്കുണ്ട്. ഇത്തരത്തിൽ ബൈക്കുമായി പോയി സുള്ളിയ മടിക്കേരിയിൽ മാല തട്ടിപ്പറിച്ച കേസുമുണ്ട്. ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതും ബൈക്കിൽ കൊണ്ടുപോയാണ്. പടന്നക്കാട് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം നടന്നതിന് 2 ദിവസം മുൻപ് പ്രതി ബൈക്കിൽ കറങ്ങിയിരുന്നതായും പോലീസ് പറയുന്നു. ഇയാൾക്കായി കേരളത്തിന് പുറമെ കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ തിരച്ചിലാണ് നടത്തുന്നത്. പ്രധാനമായും ബന്ധുവീടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പ്രതി ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും
കേസിൽ ഇതുവരെ ആരെയും പ്രതി ചേർത്തിട്ടില്ല. കെ.വി. ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് കേസിൽ ആരൊക്കെയാണ് പ്രതികൾ? ഇതിന് പിന്നിലെ വൻ റാക്കറ്റിലേക്ക് പോലീസിന് എത്താൻ കഴിയുമോ? കേസിൽ പിടിയിലായ പ്രതി സാബിത്ത് നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. അങ്കമാലി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 10 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ ഒരു ഡോക്ടറാണ് ഇന്ത്യയിൽ അവയവ കച്ചവടത്തിന്റെ പ്രധാന ഏജന്റെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. സാബിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ഇനി വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. സാബിത്ത് മാത്രമാണോ കേരളത്തിൽ നിന്നുള്ള കണ്ണി, അതോ സഹായത്തിനായി മറ്റാരെങ്കിലും ഉണ്ടോ എന്നും കൂടി കണ്ടെത്തണം. കേരളത്തിൽ നിന്നും അവയവദാനം നൽകിയ പാലക്കാട് തിരുനെല്ലി സ്വദേശി ഷമീറിനെ കണ്ടെത്താൻ കഴിയാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. 20 പേരെ ഇറാനിലെത്തിച്ചതിൽ ഷമീർ മാത്രമാണ് മലയാളി എന്ന സാബിത്തിന്റെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിനിടെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച അവയവക്കടത്ത് കേസ് എറണാകുളം റൂറൽ SP വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള 10 അംഗ സംഘത്തിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ടു പോകുകയാണ്. ഇരകളുടെ വൃക്കയ്ക്കു പുറമെ കരളിന്റെ ഭാഗവും കച്ചവടത്തിനായി നൽകിയെന്നാണ് സംശയം. അവയവക്കടത്ത് മാഫിയയുടെ സംഘം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണെന്നും അവിടെയുള്ള ആളാണ് പ്രധാന കണ്ണിയെന്നുമാണ് സാബിത്ത് മൊഴി നൽകിയിരിക്കുന്നത്. ഇതോടെ അന്വേഷണം ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. അവയവ കച്ചവടത്തിന് പോയ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ചിലർ തിരികെ വന്നിട്ടില്ല എന്നാണ് പോലീസ് സംശയിക്കുന്നത്. മടങ്ങിയെത്തിയവരെ കണ്ടെത്താനുള്ള ശ്രമവും തുടരുന്നുണ്ട്. ഇരകൾക്ക് 6 ലക്ഷത്തിൽ താഴെ മാത്രമാണ് നൽകിയതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. അവയവ മാഫിയ സംഘം 60 ലക്ഷം രൂപ വരെയാണ് വാങ്ങിയിട്ടുള്ളത്. 2019 സ്വന്തം വൃക്ക വിൽക്കാൻ എത്തിയ സാബിത്ത് ഈ മേഖലയിലെ സാധ്യതകൾ കണ്ടെത്തിയ ശേഷമാണ് ഇതിലേക്ക് മാറിയത്. സാബിത്തിനെ വിശദമായി ചോദ്യം ചെയ്യാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു ലഭിക്കൂ എന്നാണ് പോലീസിന്റെ നിഗമനം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതി ശക്തമായി ഇടപെടുകയാണ്. കേസിൽ നിയമ നടപടികൾ പുരോഗമിക്കവേ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കേസിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ സർക്കുലർ ഇറക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഉപഹർജിയിലാണ് കോടതി നിർദ്ദേശം. ഹൈക്കോടതിയിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കി സർക്കുലർ പുറപ്പെടുവിക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. ഈ ഹർജി പരിഗണിക്കവെയാണ് മെമ്മറി കാർഡ് കേസിലെ മാർഗനിർദ്ദേശങ്ങളിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് കോടതി ഉത്തരവിട്ടത്. ജില്ലാ കോടതികളുടെ ചുമതലയുള്ള ഹൈക്കോടതി രജിസ്ട്രാർക്ക് കോടതി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. തിങ്കളാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഉപഹർജിയിൽ ചീഫ് സെക്രട്ടറിയും DGPയും റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. ആക്രമിക്കപ്പെട്ട നടിയുടെ ഹർജിയിലാണ് സർക്കാരിന്റെ ഉപഹർജി. മെമ്മറി കാർഡ് കേസിലെ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറായി സെഷൻസ് മജിസ്ട്രേറ്റ് കോടതികൾക്ക് ബാധകമാക്കണമെന്നാണ് ആവശ്യം. നേരത്തെ നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി പരിശോധിച്ചതായി ജഡ്ജി ഹണിയം വർഗീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ്, ശിരസദാർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത്. റിപ്പോർട്ടിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ പയ്യന്നൂരിൽ വീട് കുത്തിത്തുറന്ന് 76 പവൻ മോഷണം പോയ കേസിന് പിന്നിൽ പ്രൊഫഷണൽ കവർച്ചാ സംഘമെന്ന് സൂചന. പയ്യന്നൂർ സ്വദേശി സുഹ്രയുടെ വീട്ടിൽ നിന്ന് കവർന്ന സ്വർണത്തിൽ
30 പവൻ കണ്ടെത്തി. മോഷ്ടാക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന ആഭരണങ്ങൾ കവർച്ച നടന്ന വീട്ടിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തിയത്. ഒരു ദിവസം തന്നെ അടുത്തടുത്ത 3 സ്ഥലങ്ങളിൽ കവർച്ചാശ്രമം നടന്നതും കർണാടകയിൽ നിന്നുള്ള കള്ളന്മാരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പയ്യന്നൂർ പെരുമ്പയിലെ CK സുഹ്റയുടെ വീട് കുത്തിത്തുറന്ന സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വാഹനത്തിലെത്തിയ 5 അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് കരുതുന്നത്. സമീപത്തെ സ്ഥാപനത്തിലുള്ള നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോൾ പുലർച്ചെ 2-നും 4:30-ക്കും ഇടയിൽ ഒരേ വ്യക്തി തന്നെ 5 തവണ കടന്നുപോയതായി കണ്ടെത്തിയിട്ടുണ്ട്. കവർച്ചയുടെ രീതിയിൽ നിന്നും പ്രൊഫഷണൽ സംഘമാകാനാണ് സാധ്യതയെന്ന് പോലീസ് സംശയിക്കുന്നു. ഒരു ദിവസം തന്നെ അടുത്തടുത്തായി 3 സ്ഥലങ്ങളിൽ കവർച്ചാശ്രമങ്ങളും നടന്നത് അതിർത്തി കടന്നെത്തുന്ന മഴക്കാല കള്ളന്മാരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സാഹചര്യത്തിൽ നാട്ടുകാരും സുരക്ഷ ഒരുക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. മോഷണ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ നമുക്ക് മറ്റ് തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. നമുക്ക് ചില സൂചനകളൊക്കെ നമുക്കുണ്ട്. നമ്മളതിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. മഴക്കാലം വരികയായി. മഴക്കാലം വരുമ്പോൾ നമുക്ക് കൂടുതൽ സുരക്ഷ നമ്മുടെ വീടുകളിലൊക്കെ ഒരുക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നമുക്കിങ്ങനെ കാണുന്നത് നമ്മളെ ആക്രമിക്കാനുള്ള ആയുധങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അത്തരം സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. DYSP A ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പെരുമ്പയിൽ കവർച്ച നടന്ന രാത്രിയിൽ തൊട്ടടുത്ത് കണ്ടോത്തും കാങ്കോലിലും നടന്ന കവർച്ചയിലും കവർച്ചാശ്രമത്തിലും പോലീസ് കേസെടുത്തു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. ന്യൂസ് 18 പയ്യന്നൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം ചിതറയിൽ അടഞ്ഞുകിടന്നിരുന്ന ക്രഷറിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന സാമഗ്രികൾ മോഷ്ടിച്ച 3 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് ഭരതന്നൂർ സ്വദേശികളായ ബിനോജ്, അനന്തു, മനു എന്നിവർ. കൊല്ലം വിളക്കുവട്ടത്ത് കഞ്ചാവ് പാക്ക് ചെയ്യുന്നതിനിടയിൽ യുവാക്കൾ പിടിയിൽ. സുജീഷ്, സൂരജ്, നിതീഷ്, ഇന്ദ്രജിത്ത്, അരുൺജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇടുക്കിയിൽ 2 കേസുകളിലായി 14 കിലോ കഞ്ചാവ് പിടികൂടി എക്സൈസ്. തങ്കമണി സ്വദേശി സാബു, ഗാന്ധിനഗർ കാരക്കാട്ട് അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. എറണാകുളത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിൽ. പിടിയിലായത് മാമംഗലം PWD ഡിവിഷൻ ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് രതീഷ്. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസ് സമാന്തര അന്വേഷണം നടത്തരുതെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷണം CBIക്ക് വിട്ട ശേഷവും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തുവെന്നാരോപിച്ച് ഹൈറിച്ച് ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. തൃശൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട. കാസർഗോഡ് സ്വദേശി നജീബ്, ഗുരുവായൂർ സ്വദേശി ജിനീഷ് എന്നിവർ 330 ഗ്രാം MDMAയുമായി പിടിയിൽ. കാറിൽ സഞ്ചരിച്ച മലയാളി കുടുംബത്തിന് നേരെ ബംഗളൂരുവിൽ ആക്രമണം. സ്കൂട്ടറിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചാണ് തൃശൂർ പഴയന്നൂർ സ്വദേശി അഖിൽ സാബുവിനും കുടുംബത്തിനു നേരെ ആക്രമണമുണ്ടായത്. മഴക്കാലമാണ്. രാത്രിയിൽ കള്ളന്മാർ വീട്ടിലെത്തിയാലും ആരും അറിയില്ല. വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല, വാഹനവും ലക്ഷ്യമിട്ടാണ് കവർച്ചാ സംഘങ്ങൾ എത്തുന്നത്. കൊച്ചി ഇടപ്പള്ളിയിൽ അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ബൈക്ക് മോഷ്ടിച്ചത്. പുലർച്ചെയാണ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവരുടെ ബൈക്ക് മോഷണം പോയത്. സംഭവത്തിന് പിന്നിൽ 3 അംഗ സംഘമെന്നാണ് സൂചന. കള്ളന്മാരും അക്രമികളും നാട്ടിൽ വിലസുമ്പോൾ പോലീസിന്റെ രാത്രികാല പരിശോധന കൂടുതൽ ശക്തമാക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.